പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല മാസത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ധ്യാന ദിവസത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മളുടെ വിഷയം പരിശുദ്ധയമ്മ, സാത്താന്റെ തല തകർത്ത സ്ത്രീ എന്നതാണ്. നമ്മൾ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഒരു ഗാനം പാടിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ധ്യാനം ആരംഭിക്കുന്നത്. കാർമൽ മലയിൽ മനുഷ്യകരത്തോളം വലിപ്പമുള്ള മഴമേഘത്തെക്കുറിച്ചുള്ള രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 20-ാം അധ്യായത്തിൽ നിന്നുള്ള ആ വചനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗാനമാണ്. നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് പാടാം. ഓരോരുത്തരെയും എല്ലാവരെയും ഈ ശുശ്രൂഷയെയും തുടർ ശുശ്രൂഷകളെയും ഈ ശുശ്രൂഷ കൂട്ടായ്മയെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പ്രോഗ്രാമിലൂടെ ഈ ധ്യാന ദിവസങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മളുടെ മിനിസ്ട്രിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് കാരിക്കച്ചേരി അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മായ ശുശ്രൂഷകരെയും, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ ഒരു ശുശ്രൂഷയിൽ നമ്മളോട് ചേരുന്ന എല്ലാ ആത്മായ ശുശ്രൂഷകരെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ലൈവ് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ജോലികളെയും സാമ്പത്തിക, സാമൂഹിക, ആത്മീയ മേഖലകളെ മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, പരിശുദ്ധ അമ്മയുടെ ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഓ ഈശോയെ, ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കർമ്മല മാതാവിന്റെ വിമല ഹൃദയം വഴിയായി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. വചനമായ ഈശോയെ ഞങ്ങളെ കടാക്ഷിക്കണമേ. വിശ്വാസം കേൾവിയിലൂടെയും കേൾവി പ്രസംഗത്തിലൂടെയുമാണ് എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുന്ന വചനമായ ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പ്രത്യാശയെ വർദ്ധിപ്പിക്കണമേ, സ്നേഹത്തെ വളർത്തണമേ. പരിശുദ്ധ അമ്മയെ അറിയുവാൻ, സ്നേഹിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ അങ്ങ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ, വിലമതിക്കുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ, വിലമതിക്കുവാൻ പഠിപ്പിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. സാത്താന്റെ തല തകർത്ത സ്ത്രീയാണ് പരിശുദ്ധ
കന്യക മറിയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ദൈവീക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു ദൗത്യമാണ് സാത്താന്റെ തല തകർക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ 10 അധ്യായങ്ങളിൽ ഒരു ഹീബ്രു കവിതയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ അധ്യായങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രവചനം കവിതയുടെ രൂപത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ആദവും ഹവ്വായും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ ദൈവം അവരെ തേടിയെത്തുന്ന ദൈവം അവർ പാപം ചെയ്തു എന്ന തിരിച്ചറിവിൽ പിശാചിനെ ശപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിശാചിന്റെ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് പറയുന്ന വചനം നമ്മൾ വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നീയും സ്ത്രീയും തമ്മിൽ ശത്രുത ഉളവാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവ് പിശാചിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസൃഷ്ടിയായ മാലാഖമാരിൽ ചിലരാണ് പിശാചുകളായിട്ട് മാറുന്നത്. ഈ പിശാചുകളുടെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഇതാണ്. പ്രത്യേകിച്ച് മനുഷ്യാവതാരം എടുക്കുന്ന ദൈവപുത്രന്റെ തീരുമാനത്തെക്കുറിച്ചുള്ള അതിനോടുള്ള എതിർപ്പ് മൂലമാണ് ഒത്തിരിയേറെ മാലാഖമാര് അശുദ്ധാരൂപികളാകാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ എതിർക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. ദൈവത്തെ എതിർത്തു എന്നുള്ള ഏക കാരണം കൊണ്ടാണ് ഈ മാലാഖമാര് അശുദ്ധാരൂപികളായി മാറുന്നത്. ഉദാഹരണം നമുക്ക് മനസ്സിലാകുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ പോയി എന്നെ എതിർത്തവരുടെ ജഡങ്ങൾ കാണും, അവയിലെ പുഴുക്കൾ ചാവുകയോ അവയിലെ അഗ്നി കെടുകയോ ഇല്ല. നരകത്തിലെ പുഴുക്കൾ ചാകാത്ത, അഗ്നി കെടാത്ത, തീയിൽ ദഹിക്കപ്പെടുന്ന എതിർത്തവരുടെ ജഡങ്ങൾ, അതായത് പിശാചിന്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിന്റെ മനുഷ്യാവതാരമായി ബന്ധപ്പെട്ടാണ് പൈശാചിക ശക്തികള് എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് എന്ന് വിശുദ്ധന്മാരായിട്ടുള്ള പലരും അവരുടെ ദർശനങ്ങളിലൂടെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് പൈശാചിക ശക്തികള്, പ്രത്യേകിച്ച് മനുഷ്യന് ഇത്രമേൽ വലിയൊരു സ്ഥാനം ദൈവം കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ അസൂയ പൂണ്ടാണ് പിശാചുകള് രൂപപ്പെടുന്നത്. എന്നാൽ ഈ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടു വരുന്ന ഈ പൈശാചിക ശക്തികളോടൊപ്പം തന്നെ മറുഭാഗത്ത് ദൈവീക ഗണത്തിൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയം. മനുഷ്യാവതാരത്തിന് വേണ്ടി ദൈവം ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുന്നു. അമലോത്ഭവയായ, പാപം തൊട്ടു തീണ്ടാത്ത, തിന്മകളിലേക്ക് മനസ്സ് വ്യതിചലിക്കാത്ത, ദൈവ സ്വഭാവമുള്ള ദൈവത്തിന്റെ തന്നെ പുത്രിയായ പരിശുദ്ധ കന്യകാമറിയത്തെ അവിടുന്ന് രൂപപ്പെടുത്തുകയാണ്. തൻ്റെ പുത്രന്റെ അമ്മയാകുവാൻ, തൻ്റെ ആത്മാവിന്റെ മണവാട്ടിയാകാൻ അവിടുന്ന് അവളെ രൂപപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈശോയുടെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ യേശു പ്രവചനങ്ങളെ കുറിച്ചും ദേവദാസനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏലിയ പ്രവാചകന്റെ കാലത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 17, 18, 19 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
മഴമേഘത്തെക്കുറിച്ചുള്ള ഒരു വെളിപാട് നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യകരത്തോളം പോരുന്ന ഒരു മഴമേഘത്തിന്റെ വെളിപാടിനെ കുറിച്ച്, അതിനെക്കുറിച്ച് നമുക്ക് അതിന്റെ ആ ഒരു പശ്ചാത്തലം എന്ത് എന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 17, 18, 19, 20 അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏലിയ പ്രവാചകന്റെ ജീവിതമാണ് നമ്മൾ കാണുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം എന്നാണ് അതിന്റെ പേരെങ്കിലും യഥാർത്ഥത്തിൽ അത് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന പുസ്തകമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ ആഹാബ് രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഈ ആഹാബ് രാജാവ് ദേശം ഭരിക്കുന്ന നാളുകളിൽ ഇദ്ദേഹം ഒരു പാതകം ചെയ്യുന്നുണ്ട്. പാതകം ചെയ്യുന്ന ഒരു സാധാരണക്കാരനായുള്ള ഒരു നല്ലൊരു മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു തെറ്റ്, അല്ലെങ്കിൽ ഏക തെറ്റ് എന്ന് പറയുന്നത് ഒരു വിദേശ വനിതയെ വിവാഹം കഴിക്കുന്നു. ഒരു മിശ്ര വിവാഹത്തിന് വേണ്ടിയുള്ള തീരുമാനം ഇദ്ദേഹം എടുക്കുന്നു. അന്യജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയെ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈ വചനപുസ്തകം വായിച്ചു നോക്കുമ്പോൾ രാജാക്കന്മാരായിക്കൊള്ളട്ടെ, പ്രഭുക്കന്മാരായിക്കൊള്ളട്ടെ, മറ്റ് ശക്തന്മാരായിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, അവരെല്ലാവരും വിജാതീയരായ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ളവരിൽ ഭൂരിഭാഗം ആളുകളും തിന്മയിലേക്ക്, പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനങ്ങളിലേക്ക് വീഴുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ തിന്മയിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനത്തിലേക്ക് ഈ ആഹാബ് രാജാവ് വീണു പോവുകയാണ്. ഇദ്ദേഹം വിവാഹം ചെയ്തത് ജസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ്. വിദേശ വനിതയായ ഇവരെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നു. അവസാനം ഇവളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുന്നു. മാത്രമല്ല, അവളെ ആ രാജ്യത്തിന്റെ രാജ്ഞിയായി അധികാര സ്ഥാനത്തേക്ക് കയറ്റിയിരുത്തുന്നു. ഈ ജസബേൽ എന്ന് പറയുന്ന സ്ത്രീ അവളുടെ അധികാരം ഉപയോഗിച്ച് ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ ദേശം മുഴുവനും 1-ാം പ്രമാണ ലംഘനത്തിന് കാരണമാകുന്ന അന്യദേവാരാധന ഗൃഹങ്ങൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അന്യദേവാരാധന ഗൃഹങ്ങൾ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ ബാലിന് വേണ്ടി ആരാധനാ ഗൃഹങ്ങൾ സ്ഥാപിക്കുന്നു. ബാലിന് വേണ്ടി പുരോഹിതന്മാരെ നിയമിക്കുന്നു. അവർക്ക് ശമ്പളം കൊടുക്കുന്നു. അത്തരത്തിലുള്ള ആരാധനാ രീതികളെ, പ്രത്യേകിച്ച് അവളുടെ കുട്ടിക്കാലം മുതലേ പഠിച്ചു വളർന്നു വന്നിരിക്കുന്ന ആ ആരാധനാ രീതികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റും വിധമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആ ആരാധനാ ഗൃഹങ്ങളിൽ ചെയ്യുന്നു. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ആലയം ആരും നോക്കാനില്ലാതെ ആഹാബ് രാജാവായിട്ട് അതൊക്കെ നോക്കേണ്ടവനായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ അവൻ അതിലൊന്നും വലിയ താല്പര്യം ഇല്ല. മറുഭാഗത്താകട്ടെ ദൈവാരാധനയ്ക്ക് ആരും പ്രോത്സാഹനം നൽകുന്നില്ല. മറുഭാഗത്താകട്ടെ പൈശാചിക ആരാധനകൾക്ക് പ്രോത്സാഹനം നടത്തുന്ന വ്യക്തികള് അധികാര സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വലിയ ഒരു ബന്ധനാവസ്ഥയുടെ കാലഘട്ടത്തിലേക്ക് ദേശം വീണു പോവുകയാണ്. ദേശത്തുള്ള മനുഷ്യരെല്ലാവരും, ഇസ്രായേലിലുള്ള മനുഷ്യരെല്ലാവരും ബാലിന്റെ ആരാധനാ ഗൃഹങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ ദേവാലയത്തിൽ ബലിയർപ്പണമില്ല, ആഘോഷങ്ങളില്ല, തിരുനാളുകളില്ല. മറുഭാഗത്താകട്ടെ അവിടെ കൊട്ടും പാട്ടും ബഹളവും സകലവിധ പരിപാടികളും അവിടെ രാജ്ഞിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ ദേശത്തുള്ളവരെല്ലാം അതിന്റെ പിന്നാലെ പോകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഈ ദേശത്തുള്ളവരെല്ലാം ബാലിന്റെ ആരാധകരായി മാറുകയാണ്. അന്ധവിശ്വാസം അവരുടെ തലയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഒരു പാമ്പ് മാളത്തിലേക്ക് വലിഞ്ഞു കയറി ആ മാളത്തെ സ്വന്തമാക്കി നിൽക്കുന്നത് പോലെ ഈ മനുഷ്യരുടെ ബുദ്ധിയിലേക്ക് ഈ 1-ാം പ്രമാണ ലംഘനത്തിന്റെ പിശാച് കയറി വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ സംജാതമാകുന്ന ഒരു കാലഘട്ടം, അതിന്റെ മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയാം. ഈ അന്ധവിശ്വാസത്തില് അവര് ആഴ്ന്നുപോയി എന്നുള്ളതാണ്. അന്ധവിശ്വാസത്തിൽ ആഴ്ന്നുപോയി. അവര് ബാലിന് ബലിയർപ്പിച്ചാലേ ദേശത്ത് മഴ പെയ്യൂ എന്നുള്ള രീതിയിൽ പോലും അവർ ചിന്തിക്കാൻ തുടങ്ങി. അതായത്
സൃഷ്ടാവായ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. ദൈവമാണ് സകലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്നത് തമ്പുരാൻ കർത്താവാണ് എന്നുള്ള ആ സത്യം ആ ജനത മറന്നു പോകുന്നു. പകരം അവര് വിചാരിക്കുന്നു ബാലാണ് മഴ കൊടുക്കുന്നത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നമ്മള് കാർമൽ മലയിലുള്ള പ്രവാചകനെ കാണുകയാണ്. ഏലിയാ പ്രവാചകൻ കാർമൽ മലയിൽ, മെഡിറ്ററേനിയൻ കടലിന്റെ അരികിൽ ഉയർന്നു നിൽക്കുന്ന കാർമൽ മലയിൽ അദ്ദേഹം തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണ്, താപസവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് ഈ ദേശത്ത് ഇത്തരത്തിലുള്ള ബാലിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ദേശം മുഴുവൻ തിന്മ നടമാടുന്ന കാഴ്ച കാണുന്നത്. അതിനെക്കുറിച്ച് കേട്ട പ്രവാചകന് ഇരിക്കപ്പുറുതിയില്ല. അദ്ദേഹം മലയിറങ്ങി വരികയാണ്, കാർമൽ മല ഇറങ്ങി വരികയാണ്. അദ്ദേഹം ദേശത്തേക്ക് ഇറങ്ങി ആളുകളെ കണ്ടിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ ബാലിന് ബലിയർപ്പിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ബാലിന്റെ പിന്നാലെ പോകാനുള്ളവരല്ല. നിങ്ങൾ ദൈവമായ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സന്താനങ്ങളാണ്. മോശയാൽ നയിക്കപ്പെട്ട് വാഗ്ദാന ദേശത്തേക്ക് കടന്നു വന്ന ജനതയാണ്. ഇത് വാഗ്ദത്ത ദേശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇസ്രായേൽക്കാരും അദ്ദേഹത്തിന് ചെവി കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കാരണം ഇവർക്ക് ചെവി കൊടുക്കാൻ പറ്റാത്തതിന് കാരണമുണ്ട്. കാരണം ഇവരെല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെയാണ്: ബാലാണ് മഴ കൊടുക്കുന്നത്. ബാലിനെ ആരാധിച്ചാലേ മഴയുണ്ടാകും. മഴയുണ്ടായാലേ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാകും, കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാകും, ഗോതമ്പ് വയലുകൾ ഉണ്ടാകും. ഇങ്ങനെ തങ്ങളുടെ കൃഷിത്തോട്ടങ്ങളിൽ സമൃദ്ധി ഉണ്ടായാലേ തങ്ങളുടെ കുടുംബങ്ങളിലും തങ്ങളുടെ ജീവിതങ്ങളിലും സമൃദ്ധി ഉണ്ടാകും. അപ്പോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരൊക്കെ ആസ്വദിക്കുന്ന ഐശ്വര്യത്തിന്റെ കേന്ദ്രം ബാലാണെന്ന് അവർ വൃഥ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് വിട്ടുപോരാൻ അവർ തയ്യാറാകുന്നില്ല. അവസാനം പ്രവാചകന് മനസ്സിലായി, ഇത് പറഞ്ഞത് കൊണ്ട് ഈ ജനം മാറില്ല എന്ന് മനസ്സിലായി. പ്രവാചകൻ ഒരു ഡെമോ കാണിക്കാൻ തന്നെ പ്രവൃത്തിയിലൂടെ ഇത് കാണിക്കാൻ തന്നെ പ്രവാചകൻ തീരുമാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ചെയ്തെന്താണെന്ന് അറിയാമോ? പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അദ്ദേഹം അത്ഭുതങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഇവരുടെ മനസ്സ് മാറുന്നില്ല എന്ന് കണ്ടപ്പോ ബാലല്ല മഴ പെയ്യിക്കുന്നത് എന്ന് ഈ ജനത്തെ പച്ചയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നേരെ ആകാശത്തേക്ക് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ആകാശങ്ങളെ അദ്ദേഹം അടയ്ക്കുന്നു. ആകാശത്തെ വചനം കൊണ്ട് അദ്ദേഹം ബന്ധിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞാലേ, ദൈവമായ കർത്താവ് പറഞ്ഞാലേ ഈ ദേശത്ത് മഴ പെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരികെ കാർമൽ മല കയറുകയാണ്. അദ്ദേഹം തിരികെ പോകുമ്പോൾ ആളുകൾ കൂക്ക് വിളിക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം കാർമൽ മലയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്ന ഇതാണ്. ആദ്യം ദേശത്ത് ആളുകൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവര് വിചാരിച്ചു പ്രവാചകൻ അങ്ങ് വെറുതെ പറഞ്ഞിട്ട് പോയതാകും, അദ്ദേഹത്തിന് വട്ടായിരിക്കും, അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് വിചാരിച്ച് എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം. പക്ഷേ ഈ ജനം പിന്നീട് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ് വരൾച്ച എന്താണ്, മഴയില്ലാത്ത അവസ്ഥ എന്താണ്, ബാലിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് മഴ വരില്ല എന്ന് അവര് മനസ്സിലാക്കുകയാണ്. എന്നിട്ടും അവര് ആദ്യമൊന്നും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. അവരവരുടേതായ കാര്യങ്ങളുമൊക്കെയായി ലോകത്തിൻ്റെതായ കാര്യങ്ങളായിട്ട് പോകുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അവര് ആഹാബ് രാജാവിന്റെ അടുത്ത് ചെല്ലുന്നു. ആഹാബ് രാജാവിൻ്റെതായ രീതിയിൽ ഈ വെള്ളം സംഭരിക്കാനുള്ള പരിപാടികൾ, അരുവി തേടി പോകുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ആഹാബ് രാജാവ് ഒബാദിയ എന്ന് പറയുന്ന തൻ്റെ കൊട്ടാരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ചേർന്ന് അരുവി തേടിക്കൊണ്ട് പോകുന്ന ഒരു രംഗമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടും അവര് മാനസാന്തരപ്പെടാനായിട്ട് തീരുമാനിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. ലോകത്തിൻ്റെതായ വഴികൾ, പരിഹാരങ്ങൾ തേടാനായിട്ടാണ് അവര് പോകുന്നത്. എന്നാൽ അവിടെയും
പരിഹാരം ലഭിക്കുന്നില്ല. കാരണം ഇത് ദൈവമായ കർത്താവിന്റെ തീരുമാനമാണ്, യഹോവയായ ദൈവത്തിന്റെ തീരുമാനമാണ്. പ്രവാചകനിലൂടെ ജീവിച്ചിരിക്കുന്ന പ്രവാചകനിലൂടെ, ശക്തനായ താപസനായ ആ പ്രവാചകന്റെ അധരങ്ങളിലൂടെ പ്രാർത്ഥനയായി അവിടെ സ്ഥാപിക്കപ്പെട്ട തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്. ഏറ്റവും അവസാനം ലോകത്തിൻ്റെതായ വഴികളും എല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോ തങ്ങളുടെ മൃഗങ്ങൾ ചത്ത് ഒടുങ്ങി അവസാനം തങ്ങളുടെ മക്കൾ വരെ മരിക്കുമെന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ ഈ ജനം ആഹാബ് രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആഹാബിനോട് പറയുന്നു, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങ് പ്രവാചകന്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ച് പ്രവാചകനോട് മഴ പെയ്യിക്കാൻ പറയണം. അങ്ങനെ ആഹാബ് രഥവും പൂട്ടി ഏലിയ പ്രവാചകന്റെ അടുത്തേക്ക് പോകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഒരു സൂചന അതിൽ ലഭിക്കുന്നുണ്ട്. ഏലിയ പറയുന്നുണ്ട്, നീ രഥം പൂട്ടി തിരിച്ചു പോവുക, നീ രഥം പൂട്ടി തിരിച്ചു പോകുന്നതിന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക എന്ന് പറയാം. അതായത് ദീർഘനേരമായി ഒരു ഉപവാസം അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാത്ത അവസ്ഥയിലായിരുന്നു ആഹാബ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രവാചകന്റെ മല കയറി പ്രവാചകന്റെ ഗൃഹത്തിലെത്തി പ്രവാചകനോട് ആഹാബ് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മഴമേഘങ്ങൾ കനിയുവാൻ, മഴയുണ്ടാകുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാവിന്റെ മാനസാന്തരം, രാജ്യത്തിന്റെ മാനസാന്തരം ഉറപ്പാക്കിയ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 7 പ്രാവശ്യം തൻ്റെ മുട്ടിനിടയിൽ തല തൻ്റെ മുട്ടുകൾക്കിടയിലാക്കി നിലം വരെ കുനിഞ്ഞ് അദ്ദേഹം ദൈവത്തെ ആരാധിച്ചു, പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. 7 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും തൻ്റെ ശിഷ്യനോട് പറയും, നീ പുറത്തുപോയി കടലിലേക്ക് നോക്കുക, എന്ത് കാണുന്നു എന്ന് വന്ന് പറയുക. അങ്ങനെ 7 പ്രാവശ്യവും ശിഷ്യൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ആദ്യത്തെ 6 പ്രാവശ്യവും ഒന്നും കണ്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ 7-ാം പ്രാവശ്യം അവൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്ന ഇതാണ്, ഞാൻ ഒരു മനുഷ്യ കരത്തോളമുള്ളൊരു മഴമേഘം ചക്രവാളത്തിൽ തെളിയുന്നത് കാണുന്നുണ്ട്. ഒരു മനുഷ്യ കരത്തോളമുള്ള ഒരു മഴമേഘം ആകാശത്ത് തെളിയുന്നത് ഞാൻ കാണുന്നു. മനുഷ്യകരത്തോളമുള്ള മഴമേഘം. മനുഷ്യകരം എന്നുദ്ദേശിക്കുന്നത് അത് മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഈശോയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അതുപോലെ തന്നെ ഈശോ വരുന്നതിന് മുൻപ്, മഴ വരുന്നതിന് മുൻപ് ഉള്ള മഴമേഘം, അത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള സൂചനയാണ്. പ്രവാചകന്റെ ശിഷ്യൻ കണ്ട ആ മനുഷ്യ കരത്തോളമുള്ള മഴമേഘം, അത് പരിശുദ്ധ കന്യക മറിയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ച് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ഈ പ്രവാചകൻ രാജാവിനോട് പറയുന്നു, താങ്കൾ രഥം പൂട്ടി തിരികെ പോവുക, കൊട്ടാരത്തിലെത്തുന്നതിന് മുൻപ് ദേശത്ത് മഴ പെയ്തിരിക്കും. ആഹാബ് രാജാവ് രഥം പൂട്ടി പുറപ്പെട്ടു, ദേശത്ത് മഴ പെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഊഷരമായ 1-ാം പ്രമാണ ലംഘനം വഴിയായി തിന്മയുടെ ബന്ധനങ്ങളിൽ വീണുപോയ ഊഷരമായ ആ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പെയ്തിറങ്ങിയ മഴയാണ് ഈശോ, വചനമായ ഈശോ, പുത്രനായ ദൈവം. എങ്കിൽ ആ മഴയെ കൊണ്ടുവന്ന മഴമേഘമാണ് പരിശുദ്ധ കർമ്മല മാതാവ്, പരിശുദ്ധ കന്യക മറിയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ബൈബിളിൽ പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷൻസിനെ കുറിച്ചുള്ള, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷങ്ങളെ കുറിച്ചുള്ള ആദ്യ പ്രത്യക്ഷപ്പെടലായിട്ടാണ് നമുക്ക് ഈ മഴമേഘത്തിന്റെ പ്രത്യക്ഷപ്പെടൽ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് മരിയോളജിസ്റ്റുകളായിട്ടുള്ള വിശുദ്ധന്മാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് കർമ്മലീത്ത സഭയുടെ ഒരു ചരിത്രം പഠിക്കുമ്പോഴും അവർ അങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യകരത്തോളം
ചക്രവാളത്തിൽ ഉദിച്ചു നിന്ന ആ മഴ മേഘമാണ് പരിശുദ്ധ അമ്മ. ഇത് പിന്നീട് നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോഴും ഇത് നമുക്ക് കുറച്ചുകൂടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ പ്രവാചകന്റെ കുലത്തിൽ പിന്നീട് വന്ന പ്രവാചകന്മാർ, ഏലിയായ്ക്ക് ശേഷം വന്ന എലീഷ മുതലുള്ള ഇങ്ങോട്ട് താഴേക്ക് വരുന്ന എല്ലാ പ്രവാചകന്മാരും ഈ ഒരു ദർശനത്തിന് ശേഷമാണ് കന്യകയുടെ ജാതനായി ദൈവം പിറക്കുമെന്ന്, എമ്മാനുവേലായ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമാക്കുന്ന എമ്മാനുവേലായ ദൈവം മണ്ണിൽ പിറക്കുമെന്ന് പ്രവചിക്കുന്നത്. പ്രവാചകന്മാരെല്ലാവരും പ്രവചിച്ചിട്ടുണ്ട്. അവരുടെ പ്രവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ദൈവപുത്രനുള്ള വഴിയൊരുക്കാൻ ജനത്തെ ഒരുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ജനത്തെ ഒരുക്കുമ്പോൾ അവർ പറയുന്നതാണ്, കന്യകയിൽ നിന്ന് ജാതനാകുന്ന ദൈവപുത്രൻ വരുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ അന്ന് ആ പ്രവാചക കുലത്തിന് മുഴുവനും വേണ്ടി പ്രവാചകന്റെ ശിഷ്യൻ കണ്ട ആ മഴമേഘം, അത് പരിശുദ്ധ കന്യക മറിയമായിരുന്നു. യേശു എന്ന മഴയെ, പുത്രനായ ദൈവമാകുന്ന ആ മഴയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ വലിയ ആ വർഷത്തിന്റെ അനുഭവം, ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രത്യേകമായി ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്, വചനത്തിന്റെ ഭാഗമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തെരഞ്ഞെടുപ്പും, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനവും, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ ഭൂമിയിലുള്ള നിലനിൽപ്പും. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ മരിക്കുന്ന നേരത്ത് ഈശോ ആ കുരിശിൽ കിടന്നുകൊണ്ട് മക്കളായ നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മളുടെ എല്ലാവരുടെയും പ്രതിനിധിയായി യോഹന്നാൻ സ്ലീഹയെ നോക്കിയിട്ട് ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, യോഹന്നാനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കുമായിട്ടാണ് പരിശുദ്ധ അമ്മയെ പുത്രനായ ദൈവത്തിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. യേശുക്രിസ്തുവിന്റെ അമ്മ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മൾ പ്രത്യേകിച്ച് ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ധ്യാനിക്കാറുള്ള ഒരു കാര്യമാണ് പിതാവായ ദൈവത്തിന്റെ പുത്രിയായ പരിശുദ്ധ അമ്മ, പുത്രനായ ദൈവത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ. ത്രിത്വൈക ദൈവത്തിലേക്ക് ഇത്രമേൽ ബന്ധമുള്ള വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടി, ഏതെങ്കിലും ഒരു ജീവി ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള ദൈവിക പദ്ധതിയിലുള്ള സ്ഥാനം എന്ന് പറയുന്നത്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പദ്ധതിയുടെ ഭാഗമാണ് പിശാചിന്റെ തല തകർക്കാനുള്ള സ്ത്രീയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയും. നമ്മള് വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവള് ഉഗ്ര സർപ്പവുമായിട്ടുള്ള അവളുടെ മൽപ്പിടുത്തത്തെക്കുറിച്ചും അവനെ തോൽപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്യന്തികമായ വിജയം പരിശുദ്ധ അമ്മയ്ക്കാണ്. പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിൽപ്പെട്ട നമ്മളെല്ലാവരും ആത്യന്തികമായി വിജയിക്കുമെന്നുള്ള വലിയ ബോധ്യം തരുന്ന വചനങ്ങളാണ് അവ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് പിശാചുമായുള്ള യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ആ വലിയ സ്ഥാനമുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധ അമ്മയുടെ ആ നിലനിൽപ്പ് എന്നുള്ളത്. പരിശുദ്ധ അമ്മയുടെ രൂപീകരണവും നിലനിൽപ്പും. നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഡെലിവറൻസ് ശുശ്രൂഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ
അതായത് പൈശാചികമായ ബന്ധനങ്ങൾ, പിശാചിനെതിരെയുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഡെലിവറൻസ് ശുശ്രൂഷകൾ. പിശാചിനെ നീക്കം ചെയ്യുന്ന, പിശാചിനെ എടുത്തു മാറ്റുന്ന, പിശാചിനെ ആട്ടിയോടിക്കുന്ന, പിശാചിനെ നിർജീവമാക്കുന്ന ശുശ്രൂഷകളാണ് ഡെലിവറൻസ് ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. പ്രധാനമായി സഭയിൽ 2 ഉപാധികളാണ് നമ്മൾ ഡെലിവറൻസ് ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് വചനം അയച്ച് തിന്മയെ ബഹിഷ്കരിക്കുന്നു. നമ്മൾ വചനത്തിൽ തന്നെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്, ഈശോ, വചനമാകുന്ന ഈശോ എങ്ങനെയാണ് പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ വചനമയച്ച് പിശാചികളെ ബഹിഷ്കരിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്, സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോ ഇത്തരത്തിൽ വചനമയക്കുന്നതിലൂടെയാണ് പൈശാചിക ശക്തികൾ ബഹിഷ്കരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ വചനം കടന്നു ചെല്ലുമ്പോൾ അവിടെ പൈശാചിക ശക്തികൾ ഇല്ലാതെയാകും. ഇത് ഡെലിവറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: വചനമായ യേശു ഉള്ളിടത്ത് അമ്മയായ മറിയം ഉണ്ട്. മഴമേഘത്തിന്റെ രൂപം അതാണ് നമ്മളോട് പറയുന്നത്. മഴ എവിടെയെല്ലാം ഉണ്ടോ അവിടെ മഴമേഘവും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയെല്ലാം ആരെല്ലാം വചനം ഉപയോഗിച്ച് പൈശാചിക ബഹിഷ്കരണ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധയമ്മ ഉണ്ടായിരിക്കും, ഉണ്ട്. അത് ഇപ്പൊ നമ്മള് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് മാതാവിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവര് പൈശാചിക ബന്ധന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അവരുടെ കൂടെ അവര് വചനമയക്കുമ്പോൾ അല്ലെങ്കിൽ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ആരുണ്ട്? പരിശുദ്ധ അമ്മ ഉണ്ട്. പ്രൊട്ടസ്റ്റന്റുകാരന് മാതാവിനോട് എന്തോ ഒരു വിഷമമുണ്ട്, പക്ഷെ മാതാവിന് പ്രൊട്ടസ്റ്റന്റുകാരനോട് വലിയ വിഷമമൊന്നും ഇല്ല. നമ്മൾ മാനുഷികമായ തലത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. മാതാവിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അവരോട് ഇല്ല. അവന്റെ കൂടെ അവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവന്റെ കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവൻ സ്വീകരിച്ച മാമോദീസയുടെ കൃപയിൽ നിന്നുകൊണ്ട് വചനമയച്ച് അവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മ ഉണ്ട്. പിശാച് ബഹിഷ്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ കൂടെ മാധ്യസ്ഥത്തിലാണ് അതവിടെ നടക്കുന്നത്. അവരത് ആഗ്രഹിച്ചാലും പറഞ്ഞാലും വിളിച്ചാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒക്കെ അതവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരൊക്കെ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ അപ്പോഴായിരിക്കും ഇവർക്ക് ഇത് തിരിച്ചറിവ് ഉണ്ടാകാൻ പോകുന്നത്. പരിശുദ്ധ അമ്മയാണ് ഇത്രയും നാളും ഞങ്ങളെ സഹായിച്ചത് എന്നുള്ള ആ ബോധത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു കണ്ണുകളിൽ ഒഴുകാനിരിക്കുന്ന കണ്ണുനീര് എന്തുമാത്രം അധികമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ നിറയാനിരിക്കുന്ന ആ ഒരു ജാള്യതയോടുകൂടെയുള്ള സങ്കടം എന്തുമാത്രമായിരിക്കും എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ എല്ലാവരോടും കൂടെ ഉണ്ട്. നമ്മുടെ മക്കളായ നമ്മളോട് എല്ലാവരുടെയും കൂടെ പരിശുദ്ധ അമ്മ വചനത്തിന്റെ ട്രഷർ ആരെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും കൂടെ പരിശുദ്ധ അമ്മയുണ്ട്. വചനം ഉണ്ണീശോയെ പോലെയാണെന്നൊന്ന് വിചാരിച്ചു നോക്കിയേ. വചനം ഉണ്ണീശോയെ ആരുടെയെങ്കിലും കയ്യിലേക്ക് കൊടുത്താൽ അമ്മ മാതാവ് കൂടെ പോകാതിരിക്കൂ? അമ്മ മാതാവ് അവരുടെ കൂടെ ഉണ്ടാകും. വിശുദ്ധ അന്തോണീസിന്റെ കയ്യിൽ ഉണ്ണീശോയുണ്ട്. ഉണ്ണീശോയെ ആരാ കൊടുത്തത്? അത് പരിശുദ്ധ അമ്മയാ കൊടുത്തത്. വചനമാകുന്ന ഉണ്ണീശോയെ അദ്ദേഹത്തിന് കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അതാണ് ആ ഒരു കൃപയുടെ ഒരു അറിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കൃപയുടെ നിറവ് അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന, ആ വിശുദ്ധനിൽ ഉണ്ടാകുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ പറഞ്ഞു ഡെലിവറൻസിന്റെ 2 മേഖലകളാണ് സഭയിൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മേഖലയാണ് വചനം ഉപയോഗിച്ചുള്ള ഡെലിവറൻസ് ശുശ്രൂഷകൾ. അതുപോലെ തന്നെ സഭയിൽ കൂദാശകളിലൂടെയുള്ള ഡെലിവറൻസ് ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മള് മാമോദീസ സ്വീകരിക്കുമ്പോൾ തന്നെ ഒരു വലിയ പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്. മാമോദീസയിലൂടെ പൈശാചിക ബന്ധനങ്ങളെല്ലാം മനുഷ്യരെ വിട്ടുപോകുന്നു. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2:2
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എഫെസോസുകാരോട് പറയും, നിങ്ങൾ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചാണ് നടന്നിരുന്നത്, പിശാചിനെ അനുസരിച്ചാണ് നിങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതായത് മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ അങ്ങനെയല്ല. ഈ കൂദാശ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ ഡെലിവറൻസ് അല്ലെങ്കിൽ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം അവര് സ്വീകരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പരിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഡെലിവറൻസ് ശുശ്രൂഷയാണ് പരിശുദ്ധ കുമ്പസാരം. ഈ ഭൂമിയിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ പൈശാചിക ബന്ധനമഴിക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധ കുമ്പസാരം. അത് അതിന്റെ പവിത്രതയോടുകൂടെ, അതിന്റെ പൂർണ്ണതയോടുകൂടെ, അതിന്റെ ശുദ്ധിയോടുകൂടെ നമ്മൾ ആ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഏറ്റവും വലിയ ഡെലിവറൻസ് സ്വീകരിക്കുന്ന അനുഭവമാണ്. കൂടെയുള്ള കുമ്പസാരത്തിലൂടെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട്, ഒരിക്കലും പൈശാചിക ബന്ധനങ്ങളിലേക്ക് വീഴാത്ത വിധം വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് വിശുദ്ധന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മ ത്രേസ്യയെ പോലെയുള്ള വിശുദ്ധന്മാര് പറയുന്നത് ഈ കൂദാശകളിലൂടെയുള്ള ഡെലിവറൻസിനെ കുറിച്ചും കൂദാശ ജീവിതത്തിലൂടെ നമുക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ആ കൃപയെ കുറിച്ചുമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ തിരുസഭയിലെ ശുശ്രൂഷകൾ വഴിയായി മറ്റു കൂദാശകളിലൂടെയും, അതായത് പരിശുദ്ധ കുർബാനയിലൂടെ, പരിശുദ്ധ വിവാഹത്തിലൂടെ, പരിശുദ്ധ തിരുപ്പട്ടത്തിലൂടെ നമുക്ക് ഡെലിവറൻസിന്റെ അഭിഷേകം, ഡെലിവറൻസിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. പൈശാചിക ബന്ധനങ്ങള് നമ്മളെ അഴിഞ്ഞു പോകുന്നു. പിശാച് മേലുള്ള അധികാരം, നമ്മളുടെ അധികാരത്തിന്റെ പരിധിയും ശ്രേണിയും ഒക്കെ ഇതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോക്കുമ്പോൾ ഇനി അതുപോലെ തന്നെ കൂദാശയുടെ അനുക്രമങ്ങൾ, അതായത് സാക്രമെന്റ്സ് ആൻഡ് സാക്രമെന്റൽസ്. സാക്രമെന്റൽസ് എന്നതിന്റെ ശരിയായ ഒരു പദം നമുക്ക് കിട്ടാനില്ല. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ അനുക്രമം എന്ന് ഉപയോഗിക്കുകയാണ്. ഈ കൂദാശകളുടെ അനുക്രമങ്ങളിലൂടെയും നമുക്ക് വിടുതൽ പ്രാപിക്കുന്നുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് നമ്മളുടെ സഭയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള, പ്രത്യേകിച്ച് എക്സോർസിസം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ള സഭയുടെ ഔദ്യോഗികമായ ഡെലിവറൻസ് ശുശ്രൂഷകൾ, എക്സോർസിസം ശുശ്രൂഷകൾ, അതിന്റെ പ്രാർത്ഥനകളെല്ലാം സാക്രമെന്റൽസ് അല്ലെങ്കിൽ അതിന്റെ അനുക്രമങ്ങൾ, കൂദാശകളുടെ അനുക്രമങ്ങൾ എന്നാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജപമാല ചൊല്ലുന്നതിലൂടെ നമുക്കൊരു ഡെലിവറൻസ് ലഭിക്കുന്നുണ്ട്. അതും ഒരു കൂദാശയുടെ അനുക്രമം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ വെന്തീങ്ങ ധരിക്കുന്നത്, അതിലൂടെ നമുക്കൊരു ഡെലിവറൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഭയുടെ മറ്റു പ്രാർത്ഥനകളിലൂടെ എല്ലാം നമുക്ക് ഡെലിവറൻസ് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ്, രണ്ട് തരത്തിലുള്ള ഡെലിവറൻസ് ആണ് സഭയിലുള്ള. ഒന്ന് വചനത്തിലൂടെയുള്ള, അതിന്റെ ക്രമത്തിൽ, അതിന്റെ നടത്തിപ്പിൽ ഒന്ന് വചനത്തിലൂടെയുള്ളത്, രണ്ടാമത്തത് കൂദാശകളിലൂടെയുള്ള, സഭയിലൂടെയുള്ള, ആ സഭയുടെ ലിറ്റർജിയിലൂടെയും മറ്റുമുള്ള ഡെലിവറൻസ്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതലും മോചനവും സംരക്ഷണവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ രണ്ട് മേഖലകളെയും എടുത്തു നോക്കുമ്പോഴും ഇവിടെ രണ്ടിടത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ട്. നമുക്കറിയാം, കൂദാശകളും കൂദാശയുടെ അനുക്രമങ്ങളും എല്ലാം ആരംഭിക്കുന്നത് ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ കീഴിൽ നിന്നാണ്. ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ കീഴിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോ തന്റെ ശരീരത്തിലെ ചോരയും നീരും സകലതും മനുഷ്യർക്ക് വേണ്ടി ചൊരിഞ്ഞതിന് ശേഷം ഈശോ കൂദാശകൾ സ്ഥാപിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം ഈശോ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകുന്നു. അല്ലെങ്കിൽ അതിനിടയിൽ, ആ കൂദാശകളുടെ ഇടയിലൂടെ പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകുന്നുണ്ട്. ഏറ്റവും അവസാനം ഈശോയുടെ മരണശേഷം ഈശോയുടെ തിരുവിലാവ് തുറന്നും ഈശോ കൂദാശകളുടെ ആ നിർദ്ധരിയായി ഈശോ തന്റെ തിരുവിലാവിനെ മാറ്റുന്നുണ്ട്. അപ്പോ കൂദാശകളിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, കാരണം കൂദാശകളുടെ ഉത്ഭവസ്ഥാനമായ കുരിശിൽ തന്നെ, കുരിശിന്റെ കീഴിൽ തന്നെ സഹരക്ഷകയായി പരിശുദ്ധ കന്യകാമറിയം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂദാശകളിലൂടെ ലഭിക്കുന്ന ഡെലിവറൻസ് ശുശ്രൂഷകളിലും നമ്മൾ പരിശുദ്ധ അമ്മയെ
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന വൈദികരോട് ചോദിച്ചാൽ അറിയാം പരിശുദ്ധ അമ്മ എന്തുമാത്രം അവരെ സഹായിക്കുന്നുണ്ട് എന്ന്. ഏതൊരു ഡെലിവറൻസ് ചെയ്യുന്ന ഏതൊരു വൈദികനെയും എടുത്തു നോക്കിക്കൊള്ളുക, അദ്ദേഹം ഒരു മരിയോളജിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഭക്തനായിരിക്കും, പരിശുദ്ധ അമ്മയുടെ മകനായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഡെലിവറൻസിന്റെ കൃപയിലേക്ക് ഉയരാനും അതുപോലെ തന്നെ അത് ശരിയായ രീതിയിൽ അത് ചെയ്യാനും ഒക്കെ സാധിക്കും. അത് പ്രത്യേകമായ പരിശുദ്ധ അമ്മയുടെ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ഒരു ശുശ്രൂഷയാണ് സഭയിലെ പൗരോഹിത്യത്തിലൂടെയുള്ള ഡെലിവറൻസ് ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് കൂദാശകളിലൂടെ പൗരോഹിത്യം ഉപയോഗിച്ചുള്ള ശുശ്രൂഷകളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകയാൽ നമ്മള് ബഹുമാനപ്പെട്ട ഡൊമിനിക് വളംനാലച്ഛന്റെ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അച്ഛന്റെ ആ ധ്യാന കേന്ദ്രത്തിന്റെ പേര് തന്നെ മരിയൻ റിട്രീറ്റ് സെന്റർ എന്നാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഡെലിവറൻസിന്റെ കേന്ദ്രമാണ്. അതിന്റെ പേര് തന്നെ മരിയൻ റിട്രീറ്റ് സെന്റർ എന്നാണ്. കാരണം ആ പേര് സ്വർഗം അച്ഛന് വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ സഭയിലൂടെ വെളിപ്പെട്ടതായിരിക്കും. അത് മാതാവിന്റെ പേരിലാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ഡെലിവറൻസ് ശുശ്രൂഷ എന്ന് പറയുന്നത് മരിയൻ ശുശ്രൂഷ തന്നെയാണ്. പരിശുദ്ധ അമ്മയാണ് ഒരുക്ക ശുശ്രൂഷ നടത്തുന്നത്. ഡെലിവറൻസ് ശുശ്രൂഷകളെല്ലാം ഒരുക്ക ശുശ്രൂഷകളാണ്. അതായത് പിശാചിനെ അടിച്ചോടിച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്യുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ഭൂരിഭാഗത്തിൽ പറയുകയാണെങ്കിൽ ഡെലിവറൻസ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണം, ജോൺ ഓഫ് ദി ക്രോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ പ്യൂരിഫിക്കേഷൻ പാർട്ട് എന്ന് പറയുന്നതാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. ആ മേഖലയിൽ മുഴുവനും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ കന്യകാ മറിയമാണ്. ഈശോയുടെ തിരുരക്തമാണ് അതിലൂടെ ഒഴുകുന്നത്. ഡെലിവറൻസിലൂടെ ഒഴുകുന്നത് വചനമായാലും കൂദാശയായാലും ഒഴുകുന്നത് ഈശോയുടെ തിരുരക്തമാണ്. കൊളോസോസ് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, യേശു ക്രിസ്തു സകല ലിഖിത നിയമങ്ങളെയും തന്റെ കുരിശിൽ നിർജീവമാക്കി, സകല ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും തന്റെ കുരിശിൽ നിരായുധമാക്കി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ആ യേശുക്രിസ്തുവിന്റെ കുരിശിലൂടെ വരുന്ന ആ പൈശാചിക ബന്ധനങ്ങൾക്ക് മീതെയുള്ള ജയം അത് ഈശോയുടെ തിരുരക്തത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ തിരുരക്തത്തിന്റെ കാവൽക്കാരിയായി, ഈശോയുടെ തിരുരക്തത്തിന്റെ കാവൽക്കാരിയായി പരിശുദ്ധ കന്യകാമറിയം ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ ഡെലിവറൻസ് ശുശ്രൂഷകളിലും പരിശുദ്ധ അമ്മ ഉണ്ട്. സഭയ്ക്കകത്താണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും അത് ദൈവീകമായ പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ നടക്കുന്ന ഡെലിവറൻസ് ശുശ്രൂഷയാണെങ്കിൽ, പൈശാചിക ബന്ധന മോചന ശുശ്രൂഷയാണെങ്കിൽ അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഉദാരമായ ദാനവും അവിടെ നടക്കുന്നുണ്ട്. ഇത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മൾ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹം വലിയ മരിയ ഭക്തനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മരിയോളജിയൊക്കെ വായിക്കുമ്പോൾ മറിയത്തിന്റെ ശ്രേഷ്ഠത എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഒന്നിൽ വായിച്ചതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയെ പിശാചിന് ഭയമാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: പിശാചിന് ദൈവത്തെക്കാൾ ഭയമാണ് പരിശുദ്ധ അമ്മയെ എന്നാണ് പറയുന്നത്. ദൈവത്തെക്കാൾ ഭയമാണ് പരിശുദ്ധ അമ്മയെ. നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ നമ്മളത് തുടർന്ന് വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയാണ് അവസാന യുദ്ധത്തിൽ പിശാചിന്റെ തല തകർക്കാനുള്ള വ്യക്തി. നമ്മളൊക്കെ വിചാരിക്കും ദൈവം വന്നിട്ട് പിശാചിനോട് യുദ്ധം ചെയ്യുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ദൈവം വന്നിട്ട് പിശാചിനോട് യുദ്ധം ചെയ്താൽ പിശാച് ഒരിക്കലും തോൽക്കത്തില്ല. തോറ്റാലും അവൻ സമ്മതിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർവശക്തനായ ദൈവം കടന്നു വന്നിട്ട് പിശാചിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരിക്കും. നമ്മളിൽ ആരെങ്കിലും, ഞാൻ തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ റൊണാൾഡോയുമായി ഫുട്ബോൾ കളിച്ചു എന്ന് വിചാരിക്കുക.
ഞാൻ തീർച്ചയായിട്ടും റൊണാൾഡോയുമായി ഫുട്ബോൾ കളിച്ചാൽ ഞാൻ തീർച്ചയായും തോൽക്കും. പക്ഷേ അതൊരു തോൽവി, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തോൽവി ആയിരിക്കുകയില്ല. മരണം വരെ ഞാൻ പറയും ഞാൻ റൊണാൾഡോയുമായി ഫുട്ബോൾ കളിച്ചിട്ടുള്ള ആളാണ് എന്ന് ഞാൻ വീമ്പ് പറയും. എൻ്റെ അഹങ്കാരം ഒരിക്കലും മാറത്തില്ല, അത് കൂടത്തേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ വിശുദ്ധൻ പറയുന്ന ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ ആണ് ദൈവപിതാവ് അല്ലെങ്കിൽ ദൈവീകമായ ആ ത്രിത്വൈക ദൈവത്തിൽ ആരെങ്കിലും ഒരാൾ വന്ന് ഈ പിശാചുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവൻ ഒരിക്കലും തോൽക്കുകയില്ല. അവൻ തോറ്റാലും തോൽവി സമ്മതിക്കാതെ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ അഹങ്കാരം അവസാനിപ്പിക്കാതെ അവൻ നരകത്തിന്റെ തീച്ചൂളയിലേക്ക് പോകും. അവൻ തോൽവി സമ്മതിക്കത്തില്ല. ഇനി ആരെങ്കിലും കടന്നു വരികയാണെങ്കിലും ഇവൻ പറയും ഞങ്ങൾ ഈക്വൽ പവേഴ്സ് ആണ്, മറ്റേത് ദൈവമായിട്ടുള്ള അതിശക്തമായ ശക്തിയാണ്, അതുകൊണ്ട് തോൽവി ഞാൻ സമ്മതിക്കില്ല. ഇനി മാലാഖമാര് വന്നാൽ പോലും അവൻ പറയും ഞങ്ങൾ ഈക്വൽ പവേഴ്സ് ആണ്, ഇവർ എന്നെ തോൽപ്പിച്ചാലും അതെനിക്ക് വലിയ പ്രശ്നമൊന്നും അല്ല എന്ന് പറഞ്ഞ് അഹങ്കാരം ശമിക്കാതെ അവൻ അവസാനം നരകത്തിൽ. തീർച്ചയായിട്ടും അവൻ തോൽക്കും, പക്ഷേ തോൽവി സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ദൈവത്തിന്റെ മനോഹരമായ പൈശാചിക തിന്മയുമായിട്ടുള്ള ദൈവീക യുദ്ധത്തിന്റെ, അല്ലെങ്കിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെയുള്ള എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തപ്പെടുന്ന ആത്മീയ സമരം എന്ന് പറയുന്ന ആ ദൈവീകമായ ആ പോരാട്ടത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും, അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കുമെന്ന് ദൈവം അവിടുത്തെ ശുദ്ധ ബുദ്ധിയിൽ, ഏറ്റവും കൂർമ്മ ബുദ്ധിയിൽ, ഏറ്റവും മഹനീയമായ ബുദ്ധിയിൽ, മറ്റൊന്നിനും കീഴ്പ്പെടുത്താനാവാത്ത അവിടുത്തെ ബുദ്ധിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അങ്ങനെ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവം വന്ന പിശാചിന് തോൽവി സമ്മതിക്കാൻ പറ്റത്തില്ല, അവൻ സമ്മതിക്കത്തില്ല. മാലാഖമാര് വന്നാലും പിശാച് തോൽവി സമ്മതിക്കത്തില്ല. എന്നാൽ പരിശുദ്ധ അമ്മ വന്നാലോ, അവളൊരു സാധാരണ സ്ത്രീയല്ലേ, ഒരു പീറപ്പെണ്ണ്, അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പീറപ്പെണ്ണ്. ആ പീറപ്പെണ്ണിനോട് തോൽക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അചിന്തനീയമാണ്, ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ദൈവത്തിന്റെ മനോഹരമായ മഹനീയമായ പദ്ധതി എന്ന് പറയുന്നത്. പിശാചിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കാനുള്ള ആളുടെ പേരാണ് പരിശുദ്ധ മറിയം. ആകയാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ നമുക്ക് നമ്മളുടെ കൂടെ കൂട്ടാം. പിശാച് നമ്മളുടെ അടുത്തേക്ക് വരികയില്ല. മാതാപിതാക്കളോടൊപ്പം നടക്കുന്ന മക്കളുടെ അടുത്തേക്ക് തിന്മയായ ശത്രുക്കൾ ആരും കടന്നു വരില്ല എന്ന് പറയുന്നത് പോലെയാണ്. അമ്മയുടെ കൂടെ നടന്നാൽ, പരിശുദ്ധ അമ്മയുടെ കൂടെ നടന്നാൽ പൈശാചികമായ തിന്മകളൊന്നും നമ്മളുടെ ജീവിതത്തിൽ തൊട്ടു തീണ്ടുകയില്ല. പരിശുദ്ധ അമ്മ ചരിത്രത്തിൽ നൽകിയ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളാണ് പരിശുദ്ധ ഉത്തരീയവും അതുപോലെ തന്നെ ജപമാലയും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയാണ്, വചനം കൊണ്ടുള്ള ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ് ജപമാല. ഈ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക ശക്തികൾ അഴിഞ്ഞു പോകുന്നുണ്ട്, ഇല്ലാതെയാവുന്നുണ്ട്. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തികള് ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനത്തിൽ പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടാവത്തില്ല, കുറവായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെയൊക്കെ കാരണവന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ വീട്ടിലൊരു അമ്മാമ്മയുണ്ടായിരുന്നു, അമ്മാമ്മയുടെ കയ്യിൽ ഒരു ജപമാലയുണ്ടായിരുന്നു. ഈ ജപമാലയും ചൊല്ലി അമ്മാമ്മ ഒരു മൂലക്കയിലിരിക്കും. ഈ അമ്മാമ്മയെ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ഈ അമ്മാമ്മ ഇങ്ങനെ ജപമാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ഈ അമ്മാമ്മ മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ അമ്മാമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. കാരണം ഈ അമ്മാമ്മ അങ്ങ് മരിച്ചു കുഴിയിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ബന്ധനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിലേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. അത്രയും കാലം കുടുംബത്തിന് കാവലാളായി,
പരിശുദ്ധ അമ്മയെ വിളിക്കാൻ ഒരാൾ അവിടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് ഇല്ലാതെയാകുന്ന നിമിഷത്തിൽ അവിടെ സാവധാനത്തിൽ പിശാച് നുഴഞ്ഞുകയറ്റം തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ഒക്കെ തന്നെ ജീവിതത്തിൽ നിന്നും ഒക്കെയാണ് ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചുറ്റും കണ്ട കാര്യങ്ങളിൽ നിന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് വേറെ ഒരു പ്രാർത്ഥനയും അറിയുന്നില്ലായിരുന്നെങ്കിലും നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ട് ഇരുന്നാൽ നമുക്ക് വലിയ വിടുതലിന്റെ സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാകും. ഹൈന്ദവരായിട്ടുള്ള മക്കള്, ജപമാല ചൊല്ലുന്ന മക്കളെ എനിക്കറിയാം. അവരുടെ ജീവിതത്തിൽ അവർ വലിയ വലിയ പൈശാചികമായ ബന്ധനങ്ങളുമായിട്ട് വരുന്നവര് ജപമാല ചൊല്ലിയിട്ട് അത്തരത്തിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞുപോയത് അച്ഛന് അറിയാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല അത്രയ്ക്ക് ശക്തമായൊരു പ്രാർത്ഥനയാണ്. വചനത്തിന്റെ വാളാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന. വചനത്തിന്റെ പ്രാർത്ഥനയാണ്, ഡെലിവറൻസ് പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന. അത് ഉഷാറായിട്ട് നമ്മൾ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലിയാൽ ഏത് പൈശാചിക ബന്ധനങ്ങളും അഴിയും. എന്നിട്ടും അഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് മെറ്റിൽ കൂടി കൊണ്ടുവന്നിട്ടിട്ട് അതിൽ മുട്ടുകുത്തിയിരുന്ന് അങ്ങ് ചൊല്ലിയാൽ തീർച്ചയായും ഏത് ബന്ധനവും അഴിയുമെന്നുള്ളത്. ശക്തമായി പ്രാർത്ഥിക്കണം, അറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതിന്റെ കൃപയറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇത്രമേൽ ശക്തമായ വേറൊരു ഏറ്റവും സേഫ് ആയിട്ടുള്ള വേറൊരു ഡെലിവറൻസ് പ്രാർത്ഥനയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മറ്റൊരു ഡെലിവറൻസിന്റെ വലിയ ഉപകരണമാണ്, വലിയൊരു അഭിഷേകമാണ് നമുക്ക് ഉത്തരീയത്തിലൂടെ ലഭിക്കുന്നത്. 1251 ജൂലൈ 16 വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഉത്തരീയ ദാനം നടത്തിയിട്ട്, ഉത്തരീയം നൽകിയിട്ട് അമ്മ പറഞ്ഞത് ഇതാണ്: ഇത് ധരിച്ച് മരിക്കുന്നവരാരും നിത്യ നരകാഗ്നിയിലേക്ക് പോവുകയില്ല. ഉറപ്പിച്ചു പറഞ്ഞതാണ്. പിശാചിന് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ശനിയാഴ്ച ദിവസം ഞാൻ അവരെ സ്വർഗത്തിലേക്ക് ഉയർത്തും. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. പിശാചിന് ഈ മരിക്കുന്നവരുടെ മേൽ യാതൊരു, ഉത്തരീയം ധരിച്ച് മരിക്കുന്നവരുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല എന്ന് മറ്റൊരു വിധത്തിൽ പറയുകയാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. ഉത്തരീയം ധരിച്ചാൽ പാപം ചെയ്യത്തില്ല. പിശാച് കൂടെ വന്നിട്ടൊരു കാര്യവും അവന് ഉണ്ടാവത്തില്ല. കാരണം മാരക പാപങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല ആ ഉത്തരീയ ധാരണത്തിലൂടെ തന്നെ. തോന്നിയാൽ പോലും മാലാഖമാര് വന്ന് നമ്മളെ ഇതിൽ നിന്നൊക്കെ വിടുവിച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസത്തോടുകൂടെ ധരിക്കണം, ആത്മാർത്ഥതയോടുകൂടെ ധരിക്കണം. അതിന് നമ്മളെ തന്നെ സമർപ്പിച്ച് അത് ധരിക്കണം എന്നുള്ളതാണ്. അത് വലിയ ഒരു സംരക്ഷണമാണ്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം. പിശാചിനെതിരെയുള്ള കോട്ടയാണ്, പിശാചിനുമായുള്ള യുദ്ധത്തിൽ നമുക്കുള്ള പരിചയാണ് ഈ ഉത്തരീയം എന്ന് പറയുന്നത്. ഉത്തരീയം പൈശാചികതയ്ക്ക് എതിരെയുള്ള സംരക്ഷണം പരിചയാണെങ്കിൽ ജപമാല ആ പിശാചിനെതിരെയുള്ള വാളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊന്ത ചെല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈശാചിക ബന്ധനം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നല്ലതായിട്ട് നമുക്ക് കൊന്ത ചെല്ലാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ബന്ധനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്, നല്ല പ്രാർത്ഥനാരൂപിയിലാണ് നമ്മൾ പോകുന്നത്, പരിശുദ്ധാത്മ അഭിഷേകത്തിലാണ്, അല്ലെങ്കിൽ അഭിഷേകത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതാണ് ജപമാല പ്രാർത്ഥനയുടെ ശക്തി. ഒരു ജപമാല പ്രാർത്ഥന ഒരു ടെസ്റ്റ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റാണ്. നമുക്ക് നന്നായിട്ട് ജപമാല ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെയും കോൺസെൻട്രേഷനോടുകൂടെയും അതുപോലെ തന്നെ ആ സ്നേഹത്തോടുകൂടെയൊന്നും നമുക്ക് ജപമാല പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ അത് അതിൻ്റെ അർത്ഥം നമുക്ക് ഡെലിവറൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പൈശാചിക ബാധകളുമായിട്ടൊക്കെ വരുന്ന വ്യക്തികളുണ്ട്. ഈ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ഉത്തരീയം കൊടുത്തു കഴിഞ്ഞാൽ, ഉത്തരീയത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്, ഉത്തരീയം കൊടുത്തു കഴിഞ്ഞാൽ അവര് വേണ്ട എന്ന് പറയും. അവർക്കിടാൻ സാധിക്കത്തില്ല. പൈശാചിക ബാധകളുള്ളവരോ ബന്ധനാവസ്ഥകളുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഉത്തരീയം ധരിക്കാൻ സാധിക്കത്തില്ല. അവര് തീ കാണുമ്പോൾ ഓടുന്നത് പോലെ പെട്ടെന്ന് അവര് കൈവലിക്കുന്നതും ശരീരം പിന്നോട്ടെടുക്കുന്നതും ഒക്കെ നമുക്ക്
കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഉത്തരീയത്തിൻ്റെയൊക്കെ ജീവിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മ ശക്തിയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നമ്മളുടെ സ്നേഹത്തെ വെക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നമ്മളുടെ ശരണത്തെ വെക്കാം. പരിശുദ്ധ കന്യകാമറിയം പിശാചിന്റെ തല തകർക്കുന്ന സ്ത്രീയാണ്. ദൈവ പദ്ധതിയുടെ മഹനീയമായ ഒരു വലിയ കർമ്മ പദ്ധതി പരിശുദ്ധ കന്യകാമറിയത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. പിശാചിന്റെ തല തകർക്കാനുള്ള വലിയ അഭിഷേകം അതാണ് പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിനുള്ളത്. അതാണ് പരിശുദ്ധ കർമ്മല മാതാവിനുള്ളത്. അത് തന്നെയാണ് കർമ്മല സഭയിലുള്ള സകലർക്കുമുള്ളത്. അത് തന്നെയാണ് കർമ്മല ഉത്തരീയം ധരിക്കുന്നവർക്കും ജപമാല ചൊല്ലുന്നവർക്കും ഉള്ളത്. ആകയാൽ നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയിലേക്ക്, പരിശുദ്ധ അമ്മയുടെ പാദങ്ങളിൽ വിലയം പ്രാപിക്കാം. പരിശുദ്ധ അമ്മയുടെ നല്ല മക്കളായി ജീവിക്കാനായിട്ട് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ ചാരെ, പരിശുദ്ധ അമ്മയുടെ കൂടെ, പരിശുദ്ധ അമ്മയുടെ പിന്നാലെ നമുക്ക് നടക്കാം.